ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്താ ഒരു മോളല്? ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. മഴയുണ്ടോ അവിടെ? അതെ, ഇവിടെ ഭയങ്കര മഴയാണ്. എല്ലായിടത്തും മഴയാണെന്ന് അറിയാം. എല്ലാവരും സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ഒക്കെ ഇരിക്കുക. അപ്പൊ എല്ലാവർക്കും യൂട്യൂബ് മീഡിയയിലേക്ക് സ്വാഗതം. ഇനി പറ, ബാക്കി പറ. അല്ല, ഒന്ന് പഴിച്ചു, ഇനി ഞാൻ തുടങ്ങണമെന്നുള്ളതാണ്. നീ തന്നെ കണ്ടിന്യൂ ചെയ്താൽ പോലെ. അല്ല, ആദ്യം എനിക്കും പിഴച്ചായിരുന്നല്ലോ, പിന്നെ ഞാൻ അതിലേക്ക് രണ്ട് പിഴകളാണ് നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. ഓക്കെ, മഴ ആയതുകൊണ്ട് ഫുള്ള് ചെളികളാണ് ചുറ്റും, അതുകൊണ്ട് ചളി മൂഡ് ഓണാണ്. ഓക്കെ, അപ്പോൾ കുറച്ച് ചളി അടിക്കാൻ വേണ്ടി വന്നതാണ്. ബിഗ് ബോസ് സീസൺ 7 തുടങ്ങാൻ പോവാണല്ലോ. തീർച്ചയായും പ്രഡിക്ഷൻ ലിസ്റ്റാണ് നമ്മളെപ്പോലെയുള്ള ചില യൂട്യൂബേഴ്സിൻ്റെ അരി. അപ്പോൾ പിന്നെ ആദ്യം പറഞ്ഞില്ലേ ചളി അടിക്കാൻ വേണ്ടി വന്നതാണ്. അത് പറയേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്കറിയാം ചളി ആയിരിക്കും വരാൻ പോണത്. പക്ഷെ ചില സമയങ്ങളിൽ ഞങ്ങൾ സമ്മതിച്ചു തരാറില്ല. ചില സമയങ്ങളിൽ ഞങ്ങൾ ഭയങ്കര ബ്രില്യൻ്റ് ആയിരിക്കും. അതെ, ചില സമയങ്ങളിൽ ഞങ്ങളായിരിക്കും അതായത് മോശമായിരിക്കും. ഓക്കെ, പ്രഡിക്ഷൻ ലിസ്റ്റ് ഒരുപാട് പേരുകളുണ്ട്. ഒരു 100-ലധികം ആൾക്കാരുടെ പേരുകൾ കേൾക്കുന്നുണ്ട്. ഇതൊക്കെ ഇവർ കാണുമ്പോൾ, അതായത് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾക്കാർ കാണുമ്പോൾ, ഓ ഇതൊക്കെ എപ്പോ നമ്മളറിഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ അവർക്ക് തന്നെ തോന്നുന്നുണ്ടാവാം. ചിലർ ആയിവാ അങ്ങനെയെങ്കിലും കുറച്ച് ചുളിവിൽ ഒന്ന് ഫേമസ് ആവാം എന്ന് കരുതുന്നുണ്ടാവാം. ചിലർ മനഃപൂർവ്വം നമ്മളെയൊക്കെ ചിലർ വിളിക്കുന്നത് പോലെ. ആരും എന്നെ ബന്ധപ്പെട്ടിട്ടൊന്നുമില്ല, പക്ഷെ നിങ്ങൾ ആ പ്രഡിക്ഷൻ ലിസ്റ്റിലിട്ട് അത്രേ ഉള്ളൂ. 4-5 ആൾക്കാർ അറിയട്ടെ. അങ്ങനെയെങ്കിലും വിളിക്കുകയാണെങ്കിൽ വിളിക്കട്ടെ. അതെ, എന്താണെങ്കിലും ഒരു 5 വർഷത്തെ ബിഗ് ബോസിനുള്ള പ്രൊഡിക്ഷൻ വന്നിട്ടുണ്ട് കണ്ടസ്റ്റൻസിനുള്ള. എന്താണെങ്കിലും അതിൽ നിന്ന് ഒരു 7 വരെയല്ല നമ്മൾ എടുത്തിരിക്കുന്നത്. ഞങ്ങൾ ഒരു 7 ആൾക്കാരെ കിട്ടി പിടിച്ചിട്ടുണ്ട്. അത് ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാന്ന് പറഞ്ഞിട്ടില്ലേ? തീർച്ചയായിട്ടും ആ ലെവലാണ് പരിപാടി. കലക്കി ഒന്ന് മൊത്തത്തിൽ ഒന്ന് ഇളക്കി എടുത്തതാ. കിട്ടിയ ഒരു 7 ബിഗ് ഫിഷിനെയാണ് കൊണ്ടുവന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് പേര് ബിജു സോപാനം. ആരത് അറിയില്ലേ? എനിക്കറിയാം. ഉപ്പും മുളകും അതന്നെ. കുറച്ച് വിവാദങ്ങളിലൊക്കെ പെട്ടിട്ടുണ്ടായിരുന്ന ആള്. ഈ ലാസ്റ്റ് സമയത്താണ് കേട്ടോ ആളിപ്പം ഉപ്പും മുളകിന്നൊക്കെ ഇല്ല, ആള് വിട്ടുപോയിട്ടുണ്ട്. എന്താണെങ്കിലും ഒരുപാട് വർഷം പ്രേക്ഷകരെ ഒരുപാട് സന്തോഷിപ്പിച്ച ഒരുപാട് ഫാൻസും ഉണ്ട് കേട്ടോ ആൾക്ക്. നല്ല എന്റർടൈനിങ് ചെയ്യിച്ച ഒരാളാണ് ആള്. ബിഗ് ബോസിലേക്കും വന്നിട്ട് നമ്മളെയൊക്കെ എന്റർടൈനിങ് ചെയ്യിക്കട്ടെ. എന്താണെങ്കിലും സിനിമകളിലൊക്കെ സജീവമായിട്ട് തന്നെ ഉണ്ട്, മലയാള സിനിമകളിൽ. എന്താണെങ്കിലും വരട്ടെ. അങ്ങനെയാണെങ്കിൽ അതെ, അങ്ങനെയാണെങ്കിൽ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. എനിക്കിവിടെ വർക്ക് ഉണ്ട്. വർക്കില്ലാതെ നിൽക്കുമ്പോൾ ഒരു അവസ്ഥയില്ലാത്ത സമയത്ത് മാത്രമേ ഞാൻ അതിനകത്തേക്ക് കയറുള്ളൂ. അല്ലാതെ അതാണ് ബുദ്ധി കേട്ടോ. പിന്നെ നമ്മൾ പറയാം ബിജു സോപാനം പറഞ്ഞിട്ടില്ല. എന്താണെങ്കിലും ബിജു സോപാനമാണ് നമ്മൾ ഫസ്റ്റ് പിടിച്ച മീന്. അതെ, വലിയ മീനാണ്. അടുത്തത് ജാനകി ഓംകുമാർ, നമ്മുടെ ഡോക്ടർ റാസ്പുട്ടിൻ. റാസ്പുട്ടിൻ ഡാൻസിൽ ഭയങ്കരമായിട്ട് ഫേമസ് ആയ ഒരാളാണ്. അങ്ങനല്ല, വേറെ ഏതോ ഒരു മ്യൂസിക്, അത് വേറെ ഏതോ സോങ്ങാണ്. ഓക്കെ, ഭയങ്കര ഹിറ്റായിരുന്നു ആ സോങ്. അതിൽ വന്നിട്ട് ഡാൻസ് കളിച്ച് ഹിറ്റായ താരം. സത്യം കേട്ടോ, അതിന്റെ റിയാക്ഷൻ നമ്മുടെ ചാനലിൽ കേറിപ്പോയൊരു കേരളം ഓർമ്മയുണ്ടോ? അതായത് ഞങ്ങൾ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോഴും, അതായത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് വന്നിട്ടുള്ള ചാനൽ വീഡിയോ ആ ചാനലിൽ അതാണ്. 5 ലക്ഷത്തിന്റെ മുകളിലുള്ള ഒരു വീഡിയോ ഉണ്ട്. അവർ രണ്ടുപേരും കൂടി കളിക്കുന്ന കേട്ടോ. അതെ, കിഴി എന്റർടൈൻമെന്റ് കിഴി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ. ഫസ്റ്റത്തെ കിടക്കുന്ന എന്താണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു. വരും എന്നുള്ള റൂമറുകളൊക്കെ കേൾക്കുന്നുണ്ട്, പ്രതീക്ഷിക്കാം. അടുത്തത് മല്ലു ഫാമിലി, സുജി. പറ്റിയ പരിപാടിയാണ് ബിഗ് ബോസിൽ വന്ന കാത്തോളും. കാരണം ഈ ഫാമിലീസിനെ എനിക്ക് തോന്നുന്നു ബിഗ് ബോസിന്റെ ആരാധകർ ഏറ്റവും കൂടുതൽ ഈ ഫാമിലി വ്ലോഗൊക്കെ കാണുന്ന ടീം കൂടുതലായിട്ട്. അപ്പോൾ ആ ടീം മൊത്തത്തിൽ ബിഗ് ബോസിലേക്ക് ആകർഷിപ്പിക്കാൻ ഇങ്ങനെയുള്ളവർ, അതായത് ഈ ഫാമിലി വ്ലോഗ് ചെയ്യുന്നവർ വന്നാൽ ഒരു ഗുണം ചെയ്യും. അടുത്തത് ജാസി, LGBTQ. അതിലേക്ക് ആ ഒരു ഇതില് ജാസി നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ജാസി ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. കാരണം കഴിഞ്ഞ സീസണുകളിലൊക്കെ വരും എന്ന് തന്നെ പറഞ്ഞിട്ട് വരും എന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നിട്ടില്ല. അതെ,
ഇപ്പൊ വരുന്നില്ല, അല്ല വരുന്നുണ്ടെന്നും വരുന്നില്ല എന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ സാധ്യത കൂടുതലാണ്. സാധാരണ അങ്ങനെയാണ് ബിഗ് ബോസ് പറയാറുള്ളത്. എന്ത് വണ്ടി പോകരുത്, ഉരിയാടാതെ ഉരിയാടാതെ കൊണ്ടുപോയിട്ട് പൂട്ടും, ലോക്ക് ചെയ്യണം. അപ്പോൾ എന്തായാലും അതൊന്നും പറഞ്ഞു കേൾക്കുന്നില്ല. പിന്നെ മറ്റൊന്ന്, ഇപ്പോൾ കൊച്ചിയിൽ അങ്ങ് സെറ്റിലായിട്ടുണ്ടോയെന്നൊരു സംശയമുണ്ട്. ഇതിൻ്റെ ഭാഗമാണോ എന്ന് സംശയിക്കുന്ന ചിലരുണ്ട്. അവിടെ വെച്ചിട്ടാണ് പല ഇന്റർവ്യൂസും ഇതിന്റെ നടക്കാറുള്ളത്. അതെ അതെ. അപ്പം പിന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അത് പിന്നെ നമ്മൾ വീട്ടിലിരുന്നാലും നമുക്കൊക്കെ കോൾ വന്നില്ലേ, വീഡിയോ കോളൊക്കെ ചെയ്തില്ലേ, അതുപോലെ പിന്നെ തള്ളും ചളിയാണോ എൻ്റെ പൊന്നെ വീഡിയോ കോളേ. അല്ല, വീഡിയോ കോൾ ചെയ്യട്ടോ, നമ്മൾ വിളിച്ചിട്ടില്ല. മറ്റുള്ളവരെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടാവും. അടുത്തത് രോഹൻ, ആങ്കർ. ആള് ജീവിക്കുന്നതന്നെ അതിനാ. ആള് വരുവാണെങ്കിൽ കിടിലൻ ഒരു കണ്ടസ്റ്റന്റ് ആയിരിക്കും എന്നാണ് തോന്നുന്നത് കേട്ടോ. ആങ്കറാണ്, അതായത് യൂട്യൂബിലൊക്കെ ഒരുപാട് ഇന്റർവ്യൂസ് ഒക്കെ സെലിബ്രിറ്റി ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്ന ഒരു ആങ്കറാണ്. എന്തായാലും റോഹൻ വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഒരു സ്റ്റാർ മെറ്റീരിയലാണ് ആള്. സത്യം, കൊണ്ടുപോകാൻ പറ്റും. അതെ, അങ്ങനത്തെ ഷോ അല്ല, ലുക്ക് കൊണ്ടല്ല, ആളുടെ സംസാരമാണെങ്കിലും അങ്ങനെ കുറെ സംഭവങ്ങൾ അതെ നമ്മൾ ഇന്റർവ്യൂലാണ് കണ്ടിട്ടുള്ളൂ. പേഴ്സണലി നമുക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയാണെന്നുള്ളത്. അത് കാണാനാണല്ലോ നമ്മൾ ബിഗ് ബോസിലേക്ക് വരുന്നത്, വന്നു കഴിഞ്ഞ് വെയിറ്റ് ചെയ്യുന്നത്. പലതും പലതവണ സംഭവിക്കും. അതെ, നമ്മൾ പ്രതീക്ഷിക്കുന്നതൊക്കെ നേരെ വിപരീതത്തിലായിരിക്കും ഓപ്പോസിറ്റ് സംഭവിക്കാറുണ്ട്. സീക്രട്ട് ഏജന്റ് പോയപ്പോ തീപ്പൊരി പ്രതീക്ഷിച്ചു. അപ്പോൾ ഇവിടെ പുലികളായിരിക്കാം, അതിനകത്ത് ചിലപ്പോൾ എലികളാവും. അങ്ങനെ പലരും, ചില ആൾക്കാരെ നമ്മൾ വിചാരിക്കാത്ത ആൾക്കാരായിരിക്കും കത്തി കയറുന്നത്. അങ്ങനെയാണ് ഷോ. എന്താണെങ്കിലും അടുത്തത് അൽത്താഫ് വ്ലോഗ് ആണ്, യൂട്യൂബർ. യെസ്, സീക്രട്ടിന്റെയും പിന്നെ കുറെ യൂട്യൂബേഴ്സ് ആയല്ലോ. ഇപ്പൊ ഇതിനകത്തുനിന്ന് 1-2 പേരെയൊക്കെ സെലക്ട് ചെയ്യുണ്ടാവുള്ളൂ. അല്ല, എല്ലാരെയും അങ്ങോട്ട് പിടിച്ചു കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വീഡിയോ ചെയ്യാനുള്ള അതൊരു സത്യമുള്ളത്. അതല്ല നമ്മളിന്ന് വിളിക്കാത്തത്. മൊത്തം നിങ്ങളവിടെ വേണം, നിങ്ങളുണ്ടായാലും ഞങ്ങളെ ചാനൽ വിജയിക്കുള്ളൂ. അല്ല, ഷോ വിജയിക്കണമെങ്കിൽ നിങ്ങൾ അവിടെ വേണം. അതുകൊണ്ട് കൊണ്ടാത്ത മറ്റേ ഇയാളുടെ ആഗ്രഹം പറഞ്ഞ പോലെ ഞാനൊരു കാലത്ത് ബിഗ് ബോസിൽ പോണെന്ന് ഓർമ്മയില്ലേ? അത് ഭയങ്കര ഇതായിരുന്നു ബിഗ് ബോസിൽ പോണെന്ന്. പക്ഷേ ഒരു 2-3 പ്രാവശ്യം ഇതിന്റെ 2 പ്രാവശ്യം നമ്മൾ ഇതിന്റെ റിവ്യൂസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞതിന് ശേഷം ആഗ്രഹം അങ്ങ് പോയി. സത്യം പറയട്ടെ, ഇതൊന്നല്ല കേട്ടോ. അതായത് ഇതിന് ഒരുപാട് ഓഡീഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഓഡീഷൻസ് ഒക്കെ ആദ്യത്തൊക്കെ രക്ഷപ്പെട്ടു പോയേക്കാം, ഓക്കെ. പക്ഷേ സൈക്കോളജിസ്റ്റിന്റെ മുമ്പിലെത്തുമ്പോൾ പ്രശ്നമുണ്ട്. അത് തിരിച്ചറിഞ്ഞപ്പോൾ ആളാ മോഹം ഉപയോഗിച്ചു. അതാണ് സത്യം. ഞങ്ങള് പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ബിഗ് ബോസിൽ ചെന്നിട്ടുണ്ട് എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ളത്. ഞങ്ങളെ വിളിക്കണില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇത് കാണുന്നവരെ വിളിക്കാൻ നോക്കുന്നത്. വിളിക്കണ്ടോ, ഞങ്ങൾ വരില്ല, ഉള്ള കാര്യം പറയാലോ. എന്താണെങ്കിലും അൽത്താഫ് വ്ലോഗ് ഉണ്ട് എന്നുള്ളത് കേൾക്കുന്നു. പോരട്ടെ. അടുത്ത ഒരു 1.5 ഏതാണോ മുതല് ആ കിട്ടിയിരിക്കുന്ന വലിയ മീൻ? ഏതാണ്? സ്രാവും അല്ല, തിമിംഗലോ അല്ല, അതിന്റെ അപ്പുറം ഡോൾഫിൻ. തന്നാണ്ടല്ലോ. ഞാൻ നീ അത് പറയുന്നു വിചാരിച്ചോണ്ടിരിക്കുന്നു, പക്ഷെ നീ അത് പറഞ്ഞില്ല. ഡോൾഫിൻ തിമിംഗലത്തിനേക്കാൾ ചെറുതാണ്. അല്ല, നീ നിന്റെ ബുദ്ധിക്ക് അനുസരിച്ച് നീ അത് പറയൂന്ന് വിചാരിച്ചു തന്നു. ഞാൻ ഒരിക്കലും പറയില്ല, ഞാൻ ബുദ്ധിമാനാ. കാരണം എന്താ അറിയോ, മനുഷ്യൻ കഴിഞ്ഞാൽ ഈ ലോകത്തെ ഏറ്റവും ബുദ്ധിയുള്ള ജീവിയാണ് ഡോൾഫിൻ. ശരിയാണ്, ഡോൾഫിനാണോ അവിടെ കമ്പയർ ചെയ്യുന്നത്? അത് ശരിയാ, അതെന്റെ തെറ്റാട്ടോ അങ്ങനെ കമ്പയർ ചെയ്തത്. എന്താണെങ്കിലും അലിൻ ജോസ് പെരേര ഇത് കുഴപ്പമൊന്നുമില്ല, ബുദ്ധിയുള്ള മനുഷ്യൻ തന്നെയാണ്. കാരണം ബുദ്ധി കൊണ്ടാണ് ആള് ഇങ്ങനെ ഈ ലെവലിൽ എത്തിയത്. പിന്നല്ല, കുറച്ച് കുരുട്ട് ബുദ്ധിയാണെന്ന് മാത്രമേ ഉള്ളൂ. തിരിഞ്ഞു ചെയ്യുന്നു, അത്രേ ഉള്ളൂ. സാധാരണ നമ്മള് ചെയ്യണ്ടെന്ന് കരുതുന്ന കാര്യം ആള് ചെയ്യുന്നു. സിമ്പിൾ ആയിട്ട് ചിന്തിച്ചാൽ അത്രേ ഉള്ളൂ. അതായത് മറ്റുള്ളവർക്കൊക്കെ ചെയ്യാൻ അറക്കുന്ന ധൈര്യം വരാത്ത ചില കാര്യങ്ങൾ ആള് ചെയ്യുന്നു. അതിനുള്ള ബുദ്ധി ആൾക്കുള്ളൂ. പക്ഷെ അതൊരു ബുദ്ധിയാണ്. അത് ആളെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആളതിനനുസരിച്ചുള്ള ഏൺ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കൊക്കെ എത്ര ഏൺ ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞാലും നമ്മളെ വഴി സ്വീകരിക്കില്ല. മാറ്റം. അതാണല്ലോ ഇപ്പൊ ബിഗ് ബോസ് വിളിച്ചാൽ പോകില്ല. അപ്പൊ ആ വഴിയിൽ ആൾക്കാർ വളരെ കുറച്ചേ ഉള്ളൂ. കാരണം മറ്റുള്ളവരൊക്കെ ആ വഴി തിരഞ്ഞെടുക്കില്ല. അതാണ് കാര്യം. അപ്പോൾ ഈ വഴി എപ്പോഴും, അതായത് ആ മാർക്കറ്റിൽ കോമ്പറ്റീഷൻ കുറവാണ്. ഇപ്പോൾ കുറച്ച് കോമ്പറ്റീഷൻ കൂടുതലാണ്. കുറച്ച് ആൾക്കാരൊക്കെ ആ രീതിയിൽ തന്നെ ഫേമസ് ആവാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ
ആദ്യം മുന്നേ നടന്നിട്ടുണ്ട് നമ്മുടെ സന്തോഷ് പണ്ഡിറ്റ് ആ ഒരു വഴിയെ സഞ്ചരിച്ച ആള് അതായിരുന്നു. പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ എനിക്കൊരു ദിവസം ഒരു മെസ്സേജ് വന്നു ഇൻസ്റ്റയില്, ആ വഴിയെ പോകാൻ വെച്ചിട്ടാ ഒരു മാരേജ് ഉണ്ട്, മാരേജ് ഫംഗ്ഷന് വരാൻ പറ്റുമോ നിങ്ങൾ രണ്ടുപേരും കൂടെ. ഞാൻ പറയാം എൻ്റെ പൊന്നു ബ്രോയുടെ ഒരു പുറത്ത് പോലും ഞങ്ങൾ ഇറങ്ങാറില്ല, അപ്പോഴാണ് ഇനി അതിന് വരാൻ പോണേ, വരൂലെന്ന് പറഞ്ഞു. ഞാനെന്നും ഡെയിലി ഓരോരുത്തരോട് മെസ്സേജ് അയച്ച് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് അറിയാം, കുറച്ച് വൈറ്റമിൻ ഡി കിട്ടുമെന്നാണ്. കാശല്ല, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാഞ്ഞിട്ട് സൂര്യൻ നമ്മൾ കാണുന്നില്ല, സൂര്യനെ അറിഞ്ഞൂടാ നമ്മളിങ്ങനെ രണ്ടാൾക്കാരുണ്ട്. ഞങ്ങള് ശരിക്കും ഞാനൊക്കെ ഫുൾ ടൈം പുറത്തു നിന്ന മനുഷ്യനാ. ഇപ്പൊ അതെ, ഇപ്പൊ അകത്താണ്. ആ സത്യമാണ്. ഞാൻ ഇവിടെ വരുന്നു, ഷൂട്ട് കഴിഞ്ഞ് നേരെ വീട്ടില്, പിന്നെ ഒരു പരിപാടി ഇല്ല, അവിടെ തന്നെ പുറത്തു പോലും ഇറങ്ങാറില്ല. നമ്മളെ വീട്ടുകാരൊക്കെ പുറത്തിറങ്ങുമ്പോ എവിടെ അവര് ചോദിക്കുമ്പോ അവരകത്താത് അവരങ്ങനെ പറയാറ്. സത്യം. എന്താണെങ്കിലും ഇത്രയും പേരാണ്. അതെ, എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ത് പറയാൻ വന്നതാ നമ്മള്. ഞങ്ങളെ വിളിക്കാൻ ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ക്യാഷ് അല്ല വേണ്ടത്, ക്യാഷ് ഞങ്ങൾക്ക് വേണ്ട, അത് ഞങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതലുണ്ട്. ഞങ്ങൾക്ക് ഇല്ലാത്തത് വൈറ്റമിൻ ഡി. അല്ല, കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുക രണ്ട് സൈഡിൽ. ഞങ്ങൾക്ക് കുറച്ച് വൈറ്റമിൻ ഡി തന്നാൽ മതി, തരാൻ പറ്റുമോ? അതിനുള്ളിൽ കയറിയാലും അകത്ത് തന്നെയല്ലേ. വൈറ്റമിൻ ഡി അവിടെ ഇല്ല. എന്താണെങ്കിലും പോവാണ്, മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാട്ടോ. 2 മണിക്കൂർ ഈ ചെറിയ കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാലേ 2 മണിക്കൂർ വെയിലത്തോണ്ട് എല്ലാം അഡ്മിറ്റ് ആക്കിയിട്ട് മഞ്ഞ അതുപോലെ കിടക്കാൻ പോവാ ഞങ്ങളിനി. ഇവിടെ ഉള്ള ലൈറ്റ് ആണെങ്കിൽ വൈറ്റാ, ഇതിന് വൈറ്റമിൻ ഡി ഇല്ല. ഇത് മാറ്റിയിട്ട് യെല്ലോ ബൾബ് ഇടണോ എന്ന് ചിന്തിക്കുകയാണ്. അല്ല, നമ്മളവിടെ 2 മണിക്കൂർ കിടക്കും കുട്ടികളുടെ. എന്താ ഗ്ലാസ് ഹൗസ് എന്തോ സാധനം എന്തൊരു സംഭവം പറയുന്നുണ്ട്. ഗ്ലാസ് ഹൗസ് എന്നൊക്കെ പറഞ്ഞു ഇനി അതിനായിരിക്കും തെറിവിളി. അതൊന്നും അല്ല, വേറെ എന്തോ ഒരു സംഭവം. എന്താണെങ്കിലും പോട്ടെ, വയ്യ. അതുണ്ടോ ചിരിച്ചിട്ട് കണ്ണുനീര് വരെ ഒഴുകി. പോട്ടെ, ബൈ. നമുക്ക് ഇങ്ങനെ രസം പറയാ, പിന്നെ അത് മാത്രം നമ്മുടെ ഉദ്ദേശം. ഈ 7 പേര് ഇതിന് വരുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. എല്ലാ സത്യം പറയാലോ, അവര് തന്നെ അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. സബ്സ്ക്രൈബ് ചെയ്യാ എല്ലാവരും. അതാണ് വൈറ്റമിൻ ഡി കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ തട്ടിപ്പോവും. വൈറ്റമിൻ ഡി കുറച്ച് വേണം, കുറച്ച് അധികം സബ്സ്ക്രൈബേഴ്സും വേണം. അങ്ങനെയുണ്ട്. പിന്നെ ട്രെൻഡിങ്ങും നമ്മൾ ആവശ്യപ്പെടുന്നു. 2 കിട്ടും, ട്രെൻഡിങ് കിട്ടും, 3 കിട്ടും. വീഡിയോ ട്രെൻഡിങ്ങിലും കയറണം. എന്തൊക്കെ ആഗ്രഹങ്ങളാണ്. ഷോ തുടങ്ങണം. ഷോ തുടങ്ങണല്ലേ? അല്ല, നമ്മുടെ ഷോ തുടങ്ങിയത് എന്തൊരു ഷോയാണ്. നിങ്ങൾ 3 ദിവസം മുന്നേ തുടങ്ങിയതാണ്. ഇവന്മാർ എന്ത് ഷോയാന്നല്ലേ. ദൈവമേ, നിങ്ങൾ എങ്ങനെ ഞങ്ങളെ സഹിക്കണം, അതാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. എങ്ങനെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു? സഹിക്കണം, സമ്മതിക്കണം നിങ്ങൾ. സത്യമായിട്ട്. അപ്പൊ എന്തായാലും ബൈ.